പിറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് കുട്ടികളിലെ വൈകല്യങ്ങളും അവരുടെ സ്വഭാവത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനിയും ആ ചർച്ചകൾ തുടരുകയാണ്. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് വിൻസെൻഷൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. സിസ്റ്ററെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒപ്പം കൂഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർ ആയിട്ടുള്ള ബിനിത ബേബി മാം ആണ്. മാം, സ്വാഗതം. സിസ്റ്ററെ, നമ്മൾ ചില കുട്ടികളിൽ വളരെ അധികമായിട്ട് പിറുപിറുത്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ അശ്രദ്ധപരമായിട്ട് നടക്കുക. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും നമ്മളൊരു കാര്യം എന്താണ് പറയുന്നതെന്ന് കേൾക്കുന്നതിന് മുമ്പ് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷെ കറക്റ്റ് അതായിരിക്കില്ല, അവർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സ്വഭാവക്കാരെ എന്താണ് പറയുന്നത്? സാധാരണ നമ്മൾ ഈ പിരിവിരിപ്പ് രോഗം, അശ്രദ്ധാരോഗത്തിനെയൊക്കെ സൈക്കോളജിക്കലി നമ്മൾ ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് ആ ഒരു ഡയഗ്നോസിസ് നമ്മൾ പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ആ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഹൈപ്പർ ആക്റ്റീവാണ്. ഹൈപ്പർ ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലി ആക്റ്റീവാണ് അവർ. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രകൃതം. ദെൻ അതുപോലെ തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് അവർക്കുണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ അശ്രദ്ധ, ഒരു കാര്യത്തെ കൃത്യമായിട്ട് കേട്ട് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് അതിന് റിയാക്ട് ചെയ്യാനോ റെസ്പോണ്ട് ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പം ഈ ഒരു ADHD എന്ന് പറയുന്ന ടേം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. സാധാരണ സ്കൂളുകളിലൊക്കെ അല്ലെ, കുട്ടികളെ കാറ്റഗറൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇന്ന വിഭാഗം അത് ADHD ആണ് കേട്ടോ, അത് ടീച്ചർ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് പറയുന്നതാണ് ടീച്ചർ ഹൈപ്പർ ആക്റ്റീവ് ആണ്. അതറിയാം, അവൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, ക്ലാസ്സിൽ ഇരിക്കില്ല. ടീച്ചർ ഒന്ന് വന്നോളോ, വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്ന കാണാം. അതായത് മറ്റുള്ളവരൊക്കെ ഇരിക്കും, ആൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഒന്നിരിക്കും, അവിടെ നിന്ന് എഴുന്നേക്കും. അപ്പോൾ ടീച്ചർമാരെ അടുത്തോണ്ട് നിർത്തിയിട്ടും കാര്യമില്ല. അപ്പോൾ ടീച്ചർമാർ ഹൈപ്പർ ആക്റ്റീവാണ് ടീച്ചർ, അവന് സ്ഥലത്ത് ഇരുന്നോടത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും മറ്റുള്ളവരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് മറ്റുള്ള കുട്ടികളിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാവണം. അതാണ് അവരെ ആകപ്പാടൊരു ചിന്ത. എങ്ങനെയെങ്കിലും ഞാനപ്പോൾ മറ്റുള്ള ഉപദ്രവിക്കാൻ ടെൻഡൻസിയും കൂടുതലാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക്. അങ്ങനെ അപ്പോൾ അതൊരു പരിധി കടക്കുമ്പോൾ പിന്നെ നമുക്ക് ക്ലാസ്സിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. മിക്കവാറും ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഇരുത്താൻ പറ്റില്ല, ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. ടീച്ചർമാരെന്തെങ്കിലും പറയുമ്പോൾ ശരിയാണ്. ഇപ്പം സാധാരണയായിട്ട് നമ്മൾ ഈ ADHD കുട്ടികളെയൊക്കെ നമ്മുടെ അടുത്തേക്ക് സ്കൂളുകളിൽ നിന്നാണ് കൂടുതലും നമുക്ക് റെഫറൻസ് കിട്ടുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ചില മാതാപിതാക്കൾ കൊണ്ടുവരുന്നത് തന്നെ സിസ്റ്റർ കുരുത്തം കെട്ട കുട്ടിയാണിത്, അത് തന്നെ ഇത് അഹങ്കാരവാ സിസ്റ്റർ, 2 എണ്ണം പിടിച്ചു കൊടുക്കാത്തതിൻ്റെ സിസ്റ്ററെ, പിന്നെ പേടിയില്ലാത്തതിൻ്റെ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവരുന്നത് തന്നെ ഏതാണ്ട് അവനെ വിധിക്കാൻ കൊണ്ടുവരുന്നത് പോലെയാണ്. അപ്പോൾ ഇതൊന്നും കക്ഷി കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് കുഞ്ഞിൻ്റെ ഒരു എന്താ പറയുക, അഹങ്കാരം കൊണ്ടോ അഹന്ത കൊണ്ടോ അല്ലെങ്കിൽ അവനെ പിടിച്ചു വെക്കാൻ പറ്റിയില്ലേ എന്നിട്ടും എന്താ ചെയ്യാത്തത്, അങ്ങനെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ADHD അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഡിസോർഡറിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ അത് ന്യൂറോളജിക്കലാണ്, ന്യൂറോ സൈക്കോളജിക്കൽ ഒരു പ്രോബ്ലമാണ്. അതായത് അവരുടെ നാഡീവ്യൂഹ സംബന്ധമായിട്ടുള്ള അല്ലെ ന്യൂറോ കെമിക്കലുകളുടെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇതുപോലെ പിരിവിരുത്ത് മോട്ടർ വെച്ച പോലെ ഓടി നടക്കുന്നത്. അപ്പോൾ അത് അവരുടെ കുറ്റമോ അല്ലെ അവരുടെ മാതാപിതാക്കളുടെ ഒരു കുറ്റമോ അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ല. അപ്പോൾ ഈ ഒരു ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊച്ചിനെ ഇരുന്നു എന്ന് വരില്ല. കാരണം അവർക്ക് അതേപോലുള്ള രീതിയിലാണ് അവരുടെ ആക്ടിവേഷൻ മോഡ് നടക്കുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റി സിസ്റ്റം അവർക്ക് വളരെ ഹൈപ്പറായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓവർ ആക്റ്റീവായിട്ട് ഈ ഒരു സിസ്റ്റം പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബിഹേവിയർലി, അതായത് അവരുടെ പെരുമാറ്റത്തിലും ഇത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരിക്കലും ആ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ കാര്യകാരണ സഹിതം അവരെ മനസ്സിലാക്കി ആ മനസ്സിലാക്കുന്നതനുസരിച്ച് നമുക്കിവരെ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ ഒരു ADHDക്ക് പറ്റുന്ന രീതിയിലുള്ള പല സൈക്കോളജിക്കൽ ഇന്റർവെൻഷനും ഉണ്ട്. അപ്പൊ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ പഠനത്തെ ബാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ADHDക്കാരുടെ പഠനത്തെയാണ് ഇത് ബാധിക്കുന്നത്. കാരണം നമുക്കറിയാം
ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സമയമെടുക്കും അല്ലേ ടീച്ചറെ? ഇപ്പൊ ഒരു കാര്യം നമ്മളങ്ങ് പറയുമ്പോഴേ കുട്ടികൾ മഗപ്പ് ചെയ്യുവല്ല അല്ലേ? അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ക്ലാസ്സിൽ. അപ്പൊ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് പറയാനും അതിനെ എതിർക്കാനും ടെൻഡൻസി കൂടുതലാണ് ഇവർക്ക്. അത് മറ്റുള്ള കുട്ടികൾ എഴുതുമ്പോൾ അവർ ഡിസ്റ്റർബ് ചെയ്യാനും അവർക്ക് ടെൻഡൻസി വരാണ്. കാരണം അവർക്കത്, അതായത് സിസ്റ്റർ പറഞ്ഞ പോലെ ഇരിക്കാനായിട്ട് ഒരു പിരിപ്പിരിപ്പ്. കാരണം അവർക്ക് ആ ഒരു സിറ്റിംഗ് ടോളറൻസ് ഇല്ല. കാരണം അത്രയും സമയം ഇരുന്നാലേ ഈ ഒരു കാര്യം ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പിരിപിരിപ്പും അശ്രദ്ധയും മൂലം അവർ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ അവർക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻകംപ്ലീഷൻ. എല്ലാ കാര്യവും തുടങ്ങും, ഈ ആരംഭശൂരത്വമുണ്ട്, പക്ഷെ ഇതൊന്നും തീർത്ത് കിട്ടണ്ടേ, അതില്ല. ഇപ്പം നമ്മളൊരു കോപ്പി ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് എടുത്തു വെക്കും. അപ്പോഴായിരിക്കും അപ്പുറത്ത് എന്തെങ്കിലും ഒരു ശബ്ദം, ഒരു പേന താഴെ വീഴുന്ന ശബ്ദമായിരിക്കും. പിന്നെ അവൻ ആ പേന നോക്കാൻ പോയി, പിന്നെ പേന ആരുടെയാന്ന് അറിയാൻ പോയി. അതിനുശേഷം അപ്പൊ പുറത്ത് എന്തൊക്കെ ഇട്ടു അവൻ അങ്ങോട്ടേക്ക് പോയി. പിന്നെ വരുമ്പോ ബാക്കി കുട്ടികളെല്ലാം കോപ്പി റൈറ്റിംഗ് ചെയ്ത് കഴിഞ്ഞു. ഇവനോട് ഇല്ല ചെയ്തില്ല, അതുകൊണ്ട് ഇപ്പൊ ചെയ്യാം. പക്ഷെ അത് ചെയ്യാൻ പോയാലോ ഇവൻ ആദ്യത്തെ ലൈൻ ഇങ്ങനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ, അവന്റെ മനസ്സിൽ ഏതാണ്ടൊക്കെ വന്നു, അത് തന്നെ എഴുതി. അപ്പം ഈ അശ്രദ്ധ മൂലം ഇവർ പലതും തെറ്റിക്കും. ഇപ്പം നമ്മൾ അടുത്തിരുന്ന് പറയുവാണ്, ഇപ്പം നമ്മൾ പറയണ ഓക്കെ ഇപ്പൊ 4+2 അവർ പറഞ്ഞ് 6 എഴുതി വരുമ്പോൾ അത് ഇപ്പുറത്തുകൂടി 9 ആയിപ്പോയി. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ എഴുതി? ഓ അത് ഞാൻ ഇങ്ങനെയാണോ എഴുതിയത്? അവർക്ക് തന്നെ അറിയില്ല ഞാൻ അങ്ങനെയാണോ എഴുതിയെന്ന് അറിയില്ല. അപ്പൊ അത് പഠനത്തെ സാരമായിട്ട് ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ ADHD പ്രോബ്ലംസ് സിംറ്റംസ് ഉള്ള കുട്ടികളെ നമ്മൾ ആ ഒരു രീതിയിൽ കെയർ ചെയ്യണം. കാരണം ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട വിഷയം അല്ലെ 1-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പാഠ്യഭാഗങ്ങൾ നമുക്ക് 1-ാം ക്ലാസ്സിൽ തന്നെ പഠിക്കണം. അല്ലെങ്കിൽ ബേസിക് ആയിട്ട് പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ ആ സമയത്ത് പഠിക്കണം. ഇപ്പൊ ഇവന്റെ അശ്രദ്ധ മൂലവും ഈ ഓവർ ആക്ടിവിറ്റി മൂലവും പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അവന് അത് മുഴുവൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഡെഫിനേഷൻ പഠിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് കാർഡിനൽ വേർഡ്സ് ഉണ്ടായിരിക്കും, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റ്സുകൾ ഉണ്ടാവും. അത് സ്കിപ്പ് ചെയ്ത് പോയാലോ ബാക്കിയൊക്കെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നും ഈ നമ്മൾ ഓട്ടയുള്ള ഒരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്ന പോലെ ഇവരോടൊരു കാര്യം പറയുന്നത്. കാരണം പറയുന്നു, അവർ ശ്രദ്ധിക്കുന്ന വേറെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു കാര്യവിശേഷണം അവർക്ക് കിട്ടാതെ പോകുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പേടിപ്പിച്ച് ഇത് നിർത്താൻ പറ്റും? അല്ലെങ്കിൽ ഇപ്പോൾ പേരന്റ് ആണല്ലോ, അപ്പോൾ ഇങ്ങനെ കുട്ടികളെ അടിച്ച് ഈ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ പറ്റും? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. പേടിപ്പിച്ചതുകൊണ്ട് മാറില്ല. സിസ്റ്റർ പറഞ്ഞ പോലെ അവര് വേണമെന്ന് വിചാരിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. അവർക്കത് ഓട്ടോമാറ്റിക്കലിയാണ് സംഭവിച്ചു പോകുന്നത്. അപ്പൊ അവര് ആ സമയത്ത് ചെയ്യില്ല എന്ന് പറഞ്ഞാലും അവരത് ചെയ്യും. അത് അവരെ കുറ്റം കൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന പാരൻസ് ആണെങ്കിൽ കുഴപ്പമില്ല. അത് മനസ്സിലാക്കാത്തവരാണെങ്കിൽ പറയും അവന് ധിക്കാരാണ്, അവനത് നമ്മളോട് ദേഷ്യം കൊണ്ട് ചെയ്യുന്നതാണ് ഒക്കെ തെറ്റിദ്ധരിക്കും പാരൻസ്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ എന്തായാലും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കൂടുതലാണ്. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് പറയാറ് ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്ന് മിക്കവരും പറയാറുണ്ട്. അപ്പൊ അതിന് പാരൻസ് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാലാണ് നമുക്ക് സിസ്റ്റർ പറഞ്ഞ പോലെ നമുക്ക് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ ഒരു ജനറ്റിക് ന്യൂറോളജിക്കൽ കോമ്പിനേഷനോട് കൂടി തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ നോക്കുക, കുട്ടികൾ ഉപയോഗിക്കുന്ന അല്ലെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളിൽ എന്തെല്ലാം രീതിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പം ഇതെല്ലാം ഇവരെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതികൾ, നമ്മുടെ കാലാവസ്ഥ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ചില പദാർത്ഥങ്ങൾ, ഇതെല്ലാം ഈ ഹൈപ്പർ ആക്ടിവിറ്റി കൂട്ടാൻ ആയിട്ടുള്ള കുറച്ച് സ്റ്റിമുലന്റ് ആയിട്ടുള്ളത് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു വടിയെടുത്ത് പേടിപ്പിച്ച് നിർത്താൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് ഈ ADHDയും നമ്മുടെ ബുദ്ധിശക്തിയും തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യോ ബന്ധം എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഒരിക്കലും ഇപ്പൊ ബുദ്ധി കുറവുള്ള കുട്ടികൾക്കാണ് ADHD ഉള്ളതെന്നോ അല്ലെങ്കിൽ ADHD ഉള്ള കുട്ടികൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ള രീതിയിലോ നമുക്ക് അങ്ങനെ ഒരു അസോസിയേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പം IQ കുറഞ്ഞ കുട്ടികളിൽ, അതായത് ഇന്റലക്ച്വൽ കപ്പാസിറ്റി കുറഞ്ഞ കുട്ടികളിൽ ഈ പിരിപിരിപ്പ് അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകാം. അതുണ്ടാകുന്നത് അവർക്ക് ആ ബുദ്ധിയിലുള്ള അല്ലെ ബുദ്ധിശക്തിയിലുള്ള മാന്ദ്യം കൊണ്ടും സോഷ്യൽ അഡാപ്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടുമാണ്. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ സാധിക്കാത്തത് കൊണ്ടുമാണ്. പക്ഷെ ഈ ADHD ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ അവർ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇതെന്താ ബുദ്ധി വൈകല്യമുള്ളൊരു കുട്ടിയാണോ എന്നോർത്ത് പോകും. കാരണം അവർ ചിന്തിക്കുന്നില്ല. കാരണം അവിടെ നമ്മൾ ഈ ADHD പറയുമ്പോഴത്തേക്കും ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, ഇൻഅറ്റൻഷൻ ഉണ്ട്,
ഇമ്പൾസിവിറ്റി ഉണ്ട്. അതായത് ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള ആക്ടിവിറ്റി, പിരിപിരിപ്പ്. ഒരിടത്തിരുത്തി അവിടെ ഇരിക്കലോ, അവിടുന്ന് അങ്ങോട്ട് ചാടി, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചാടി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്ന് പറ്റണില്ല. ദെൻ ഇമ്പൾസിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തുചാട്ടം. അതായത് അതിൻ്റെ വരും വരായികകൾ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്ന് ചിന്തിക്കാതെ റോഡിലൂടെ പോകുന്നു, അപ്പുറത്തെ വശത്ത് നോക്കുമ്പോഴാണ് അവനൊരു ബേക്കറി കണ്ടത്, ഉടനെ അവൻ ക്രോസ് ചെയ്തു. അല്ലാതെ അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ വണ്ടി വരുന്നുണ്ടോന്നൊന്നും അവൻ നോക്കുകയില്ല. കാരണം അതാണ് ഇമ്പൾസിവിറ്റി, എടുത്തുചാട്ടം. അല്ലെ ടീച്ചർ ഒരു കാര്യം ചോദിക്കാനായിട്ട് ഈ സ്കൂളിൽ നിന്നെന്ന് മാത്രമേ ടീച്ചർ ചോദിച്ചിട്ടുള്ളൂ. അവന്റെ വിചാരം ടൂർ പോകുന്നവരാണ്. അവൻ ഉടനെ എഴുന്നേറ്റ് നിന്ന് കൈയൊക്കെ പൊക്കി ഞാൻ പോകുന്നുണ്ട്. അതായത് എന്താണ് വരാൻ പോകുന്നതെന്ന് ചിന്തിക്കാതെ അതിനുത്തരം പറയുന്നു. ഇങ്ങനെയുള്ള കുട്ടികളെ ക്യൂ ഒക്കെ നിർത്താൻ ഭയങ്കര പാടാം. വരിയായിട്ട് നിന്ന് അവന്റെ ടേൺ വരുന്നവരെ നിൽക്കില്ല. ആ സമയം കൊണ്ട് അവൻ എന്തെങ്കിലും അല്ലേ ടീച്ചറെ പ്രശ്നം ഉണ്ടാക്കി അസംബ്ലിക്കായി നിൽക്കുമ്പോഴേക്കും മുന്നിലോണ്ടി അല്ലെങ്കിൽ അപ്പുറത്തുള്ളവരോണ്ടി, അതായത് ആ സമയം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. സത്യത്തിൽ നമുക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും. ചിലപ്പോൾ ഒക്കെ നമ്മൾ സീരിയസ് ആയ കാര്യം പറയുമ്പോഴാവും ചിലപ്പോൾ അവിടെ കോമഡി ആയിട്ട് തിരിച്ച് പറയാ. സംഭവം നമുക്ക് നല്ല ഇഷ്ടവും തോന്നി ഇവരോട്. ചില സമയത്ത് നമുക്ക് എന്താ പറയുക, നമ്മളും പ്രതികരിച്ചു പോവും. ആരായാലും പ്രതികരിച്ചു പോകുന്ന പോലെ നമ്മള്. ഒരു പ്രാവശ്യം നമ്മുടെ ഇടുക്കിയിൽ ഒരു കേസ് കൊണ്ടുവന്നത്, അപ്പൊ അവനെ ഇതുപോലെ പിരിവിരിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ വീട്ടിലും അതിനനുസരിച്ചുള്ള ഇവൻ പിരിവിരിപ്പുണ്ട്, അങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം സ്കൂളിലെ ആനുവൽ ഡേക്ക് ഒരു നാടകത്തിന് ഇവനെ ചേർത്തു. അപ്പൊ നാടകത്തിന്റെ മുഖ്യ കഥാപാത്രം കക്ഷിയാണ്. അപ്പൊ ഒരു കണക്കിന് ഇവനെ ഡയലോഗൊക്കെ പഠിപ്പിച്ചു. കാരണം മറന്നു പോകും കക്ഷി. പകുതി പഠിക്കും, പകുതി പിന്നെ കയ്യിൽ നിന്നിട്ട് വരുമ്പോഴത്തേക്ക് ഡയലോഗ് മാറിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരു രീതി അവനെ പഠിപ്പിച്ചെടുത്തു, നാടകത്തിന് ചേർത്തു. അന്ന് നാടകം സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ 2-3 ഡയലോഗൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവൻ ഓർത്തത് അവൻ്റെ സ്കൂൾ ബാഗിൽ അവനൊരു റെയിൻ കോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വേറൊരു കുട്ടി പറഞ്ഞു അത് എടുക്കൂന്ന് പറഞ്ഞ. അപ്പോഴാണ് അവന് ചിന്ത വന്നത് ഇത് എടുത്തോണ്ട് പോയിട്ടുണ്ടോന്ന്. അവനവിടെ ഡ്രാമ ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ അവനാണ് മെയിൻ ക്യാരക്ടറാന്നോ ഒന്നും ഓർത്തില്ല. അവൻ അത് എടുക്കാൻ പോയി. അടുത്ത് കർട്ടൻ പൊങ്ങിയപ്പോൾ ആളില്ല. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാരും കൂടി നോക്കി. അപ്പോഴത്തേക്ക് വേറൊരിടത്തുനിന്ന് ഓടി ചാടി വരുന്നുണ്ട് കതച്ച്. ചാടി വന്ന് സ്റ്റേജിൽ കയറി. പക്ഷെ എന്നാ പറയണ്ടേന്ന് അറിയത്തില്ല. ഉടനെ അമ്മയ്ക്ക് കൂടി പറഞ്ഞു, ഞാൻ അതെ എൻ്റെ റെയിൻകോട്ട് എടുക്കാനായിട്ട് പോയതായിരുന്നു. അപ്പൊ ഇതും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായി അത്. കാരണം അത് ടീച്ചേഴ്സിന്റെ ഇടയിലൊക്കെ ഭയങ്കര വാർത്തയായി. അങ്ങനെയാണ് ഇവന് എന്തായാലും കൊണ്ടുപോയേ പറ്റത്തുള്ളൂ, ഇവൻ ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയി ഇവന്റെ ഈ പിരിവിരിപ്പ് രോഗം മാറ്റിയിട്ട് കൊണ്ടുവന്നാൽ മതി എന്നുള്ള രീതിയിലാണ് മാതാപിതാക്കളുടെ അടുക്കൽ കൊണ്ടുവിടുന്നത്. അപ്പൊ ഇവൻ ചോദിക്കുന്നത്, സിസ്റ്റർ ഞാൻ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ലേ, പിന്നെ ഇവർക്ക് എന്താ പ്രശ്നം എന്താ? പക്ഷെ ഇത് ആ കുഞ്ഞിന്റെ പെരുമാറ്റത്തെ അവന്റെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കും. അപ്പൊ ഈ ഒരു കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇത് കുഞ്ഞിലെ തന്നെ അല്ലെങ്കിൽ ഒരു പിരിപിരിപ്പ് പ്രശ്നമുണ്ട്, അശ്രദ്ധ പ്രശ്നമുണ്ട്, ഇമ്പൾസീവ് ആണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള ഇന്റർവെൻഷൻസ് കൊടുക്കണം. പിന്നെ നമുക്ക് എല്ലാ കുട്ടികളെയും കൈകാര്യം ചെയ്യുന്ന പോലെ ചിലപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഒരു അമ്മയായതുകൊണ്ട് തന്നെ ടീച്ചറിന് മനസ്സിലാകും രാവിലെ സ്കൂളിൽ പോകാനുണ്ട്, സ്കൂളിലേക്ക് കുട്ടികളെ വിടാനുണ്ട്. ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴായിരിക്കും ഇവൻ എന്തെങ്കിലും ആയിട്ടുള്ള കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് വരാൻ പോകുന്നത്. നമുക്കുണ്ടാകുന്ന ദേഷ്യം, ഈ ഒരു ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കുവാണ്. ആ പ്രകടിപ്പിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ കോൺഫിഡൻസ് ലെവലിനെ കുറയ്ക്കുന്നുണ്ട്. ഇപ്പൊ സിസ്റ്ററെ, നമ്മളിപ്പോ ചില കുട്ടികൾ കുഞ്ഞിലെ ഈ സ്വഭാവങ്ങൾ ഇങ്ങനെ കുസൃതിയൊക്കെ കാണിക്കുമല്ലോ. ഇപ്പൊ കോമൺ ആണ്, എല്ലാവരും ചെയ്യുന്ന പോലെയാണ്. പക്ഷെ നമുക്കത് തിരിച്ചറിഞ്ഞ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസിലേക്കോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റീനെ കുറച്ച് കഴിയുമ്പോൾ ബാധിക്കും. തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം ADHD പോലെയുള്ള പ്രശ്നമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തെ അത് ബാധിക്കും. പിന്നെ ഈ പിരിവിരിപ്പും അശ്രദ്ധയൊക്കെ മൂലം സോഷ്യൽ ഇന്ററാക്ഷനെ അത് ബാധിക്കും അല്ലേ? ടീച്ചറിന് അറിയാമായിരിക്കും, പിയർ ആയിട്ട്, അതായത് ഇവരുടെ സഹപാഠികളായിട്ട് പ്രശ്നങ്ങളാകും. എപ്പോഴും തല്ലുണ്ടാക്കുന്ന പ്രവണത. കാരണം അവരവിടെ ഒരു ഷട്ടിൽ കളിക്കാൻ പോയാൽ എന്തുകൊണ്ട് ബാറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ കോക്ക് വന്നില്ല, അവിടെ പ്രശ്നം ഉണ്ടാക്കും. അതായത് എപ്പോഴും അപ്പം കൂട്ടുകാർ വയ്ക്കും, ഇവ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പറയും ടീച്ചറെ അവൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അവനെ കൂട്ടത്തെ കൂട്ടില്ല. കാരണം ഒരു അവഗണന കുഞ്ഞ് അനുഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുട്ടിക്ക് പിരിവിരിപ്പേ രോഗമുള്ളൂ, പക്ഷെ അതുമൂലം അവൻ്റെ എത്ര ഓപ്പർച്യൂണിറ്റിയാ നഷ്ടപ്പെടുന്നത്.
കാരണം ഇപ്പൊ ടീച്ചേഴ്സിനായാലും ഇത് ഈ ക്ലാസ്സിൽ ഇവൻ ചില സ്വരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അല്ലെ മറ്റുള്ളവരുടെ അറ്റൻഷൻ നേടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അവൻ പ്രശ്നക്കാരനാ, അയ്യോ അവനെ എൻ്റെ ക്ലാസ്സിലേക്ക് വിടണ്ട, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വേണ്ട, അവനെ നമുക്ക് പറയാൻ വിശ്വസിക്കാൻ പറ്റുകയില്ല അല്ലെ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ട കാര്യം. കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക. അതായത് ഞാനെന്ന വ്യക്തിയെ ഞാൻ തന്നെ അംഗീകരിക്കുക, മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുക. അപ്പൊ സ്നേഹം കൊടുക്കുന്നു, വാങ്ങുന്നു. പക്ഷെ ഇതൊക്കെ ഈ കുട്ടികൾക്ക് ലാക്കിംഗ് ആകും. വീട്ടിലാണെങ്കിൽ ഇവരെ എന്താ തല്ലുകൊള്ളി, വഴക്കാളി, അങ്ങനെയൊക്കെയുള്ള ചില ലേബലുകളിലാണ് അറിയപ്പെടുന്നത്. പിന്നെ കമ്പാരിസൺ ഭയങ്കരമായിട്ടുണ്ടാകും. നീ അവനെ നോക്കിക്കേ, അവനിരുന്ന് പഠിക്കണ കണ്ടോ, നീ എന്താ പഠിക്കാത്ത, നീ എല്ലാ ദിവസവും ഇങ്ങനെ 1ഉം 2ഉം മേടിച്ചുകൊണ്ട് വരിക. അപ്പം ഇതെല്ലാം കുട്ടിയുടെ പേഴ്സണാലിറ്റിയിലേക്ക് ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യം, ഒരു കുസൃതി ചെയ്യുമ്പോൾ പറയും ഇത് കുറച്ച് കഴിയുമ്പോൾ മാറും, പ്രായത്തിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മാറ്റം വരുന്നു വിചാരിച്ചിട്ട് നമ്മൾ വിട്ട് കളയേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊരു ADHDക്ക് തന്നെ സിവിയറിറ്റി ഉണ്ട്. അതായത് മൈൽഡ് ADHD ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, സിവിയർ ഉണ്ട്. അതായത് മൈൽഡ് ADHD എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചില സംവിധാനങ്ങൾ കൊണ്ട് തന്നെയൊക്കെ ഇവർക്ക് പല കാര്യങ്ങൾക്കും മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു മോഡറേറ്റ് ലെവല് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇവരുടെ അടുക്കൽ എടുക്കേണ്ടതായിട്ട് വരും. സിവിയർ കേസുകളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ മെഡിസിൻസും വേണ്ടി വരും. കാരണം അവർക്ക് ഒരു രീതിയിലും അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപകടകരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുകയാണ്. കാരണം ഇതെന്താ ചെയ്യണേന്ന് ഇവർക്ക് അറിയത്തില്ല, ഓടുന്നു, ചാടുന്നു, വീഴുന്നു. അപ്പോൾ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ തരം തിരിച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളിതിനെ വിട്ടുകളയുകയാണ്, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് വിട്ടുകളയുമ്പോൾ ഈ ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ നടക്കേണ്ടതായിട്ടുള്ള ഇന്റലക്ച്വലി ഗ്രോത്ത്, ഇമോഷണൽ ഗ്രോത്ത്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതുപോലെ തന്നെ അവരുടെ അക്സെപ്റ്റൻസ് കാര്യങ്ങളെല്ലാം കുറയുന്നുണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റി, കാരണം കുട്ടിക്ക് നല്ല കാലിബർ ഉണ്ട്, കുട്ടിക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷെ അതൊരു ഓർഡർലി അല്ല. അപ്പം നമുക്കറിയാം ഒരാൾക്ക് ഒത്തിരി സാധ്യതകളുണ്ട്, പക്ഷെ അത് വേണ്ട പോലെ വിനിയോഗിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ നമ്മളിത് വേണ്ട രീതിയിൽ ആ ഒരു കുഞ്ഞു നാളിലെ തന്നെ കണ്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയിൽ വികലമായിട്ടുള്ള ഒരു വ്യക്തിത്വമോ അല്ലെങ്കിൽ ഇത് തന്നെ പല കാര്യങ്ങളിലേക്കും പല പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഇതുണ്ട്. കാരണം അവഗണിക്കപ്പെടുന്നു, അമിതമായിട്ട് അവഗണിക്കപ്പെടുന്നു, ഡിപ്രഷനിലേക്ക് പോകാം, ഞാൻ ചെയ്തിട്ടൊന്നും ശരിയാകുന്നില്ല, ആങ്സൈറ്റിയിലേക്ക് പോകാം. ചിലപ്പോൾ ഇത് തന്നെ നമ്മൾ പറഞ്ഞ ന്യൂറോ കെമിക്കൽ ഇംബാലൻസസ് തന്നെ പിന്നീട് ഒരു സൈക്കാട്രി പ്രോബ്ലത്തിലേക്ക്, അതായത് മാനസിക രോഗപ്രവണതകളിലേക്ക് വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന, അപ്പൊ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് കുട്ടികൾക്ക് പഠനത്തിൽ അശ്രദ്ധ വരുന്നത് ആ ഒരു കാര്യം കൊണ്ടാണ്. അപ്പോൾ അത് ഇതിന്റെയും ഒരു ഭാഗമായിട്ട് ഉള്ളതാണല്ലോ അല്ലെ? സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നന്നായിട്ട് കുട്ടികൾ വരുന്നുണ്ട്. കാരണം അവർക്ക് കമ്മ്യൂണിക്കേഷൻ, സിസ്റ്റർ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആവാണ്. ഈ നമുക്ക് മുഖത്ത് നോക്കിയാലാണ് അവർ ഇമോഷൻസും ഫീലിങ്സും മനസ്സിലാവുള്ളൂ. അതില്ലാതെ കുട്ടികൾ വെർച്വൽ ലോകത്ത് പോകുമ്പോൾ തന്നെ അവർ ചാടാനും ഓടാനും, പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു റോൾ മോഡൽസ് എന്ന് പറയുന്നത് അഡ്വഞ്ചറായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലൈഫിലെ ഏറ്റവും വലിയ. ഒരു ദിവസം കൗൺസിലിംഗ് വന്നപ്പോൾ ഒരു കുട്ടീനോട് പറയായിരുന്നു, ആ കുട്ടിയുടെ ഏറ്റവും ലൈഫിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഏതോ വലിയൊരു തോക്ക് വാങ്ങുക എന്നുള്ളതാണ്. ആ തോക്ക് വാങ്ങലാണ് അവൻ്റെ എയിമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അത് നമുക്കറിയുന്നില്ല. അവർ പറയുന്ന തോക്കിൻ്റെ പേര് എനിക്കറിയുന്നില്ല. പക്ഷെ അവർ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്തിട്ടാണ് ഒരു 10th ഉള്ള ഒരു +2 ഉള്ള കുട്ടിയുടെ എയിം അങ്ങനെയായിട്ട് മാറുമ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടല്ലോ അല്ലേ സിസ്റ്ററെ? അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് കാര്യങ്ങള്, ഗെയിംസ്, വണ്ടി ഗെയിമുകള് കാര്യങ്ങള്, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ഈ സോ കോൾഡ് ജില്ലെന്ന് നിൽക്കണം, അല്ലാതെ തളർന്നിരിക്കുന്ന ഒരു കാര്യമൊന്നും ഇല്ല അവർക്ക്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ ചിന്തയിൽ മുഴുവനും വന്നിട്ട് അവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടുകാരും ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഇതിൽ ശ്രദ്ധിക്കേണ്ട വലിയ വലിയ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ നിസ്സാരം എന്ന് തള്ളിക്കളയുന്നതാണെങ്കിലും ഭാവിയിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്, മനസ്സിലായി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്? ഓക്കെ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും കുട്ടികളുടെ പെരുമാറ്റം അല്ലെ സ്വഭാവം
അതൊരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ ചെയ്യരുത്. കാരണം ഈ ഒരു ADHD എന്ന് പറയുന്നൊരു ടേം, ഈ ടെർമിനോളജി ഇപ്പോൾ ഒത്തിരിയേറെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? സോഷ്യൽ മീഡിയയിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ചിലപ്പം നമ്മുടെ ചിലർ അവരവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ADHD ആണെന്ന് എനിക്ക് തോന്നുന്നു, മറ്റുള്ളവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ ചില മാതാപിതാക്കളിൽ ഒരു ടെൻഡൻസി ഉണ്ട്, എൻ്റെ കൊച്ചിന് ADHD എന്തോ, അതായത് ഒരു പ്രിവിലേജ് പോലെ കാണുന്നുണ്ട്. പിന്നെ ചിലർ ഇതിനെ അവൻ അങ്ങനെ പിരിപിരിപ്പായാലും കുഴപ്പമൊന്നും ഇല്ലെന്നേ, അവൻ നല്ല ആരോഗ്യമുള്ളതുകൊണ്ടാണ് അവൻ ആ പിരിപിരിപ്പായേക്കുന്നത്. അപ്പം ഇത് രണ്ട് വശങ്ങളാണ്. ഒന്ന് ഇതിനൊന്നും ഒരു പ്രശ്നമില്ല എന്നാക്കുന്നു, ഒരെണ്ണം ഇത് നല്ലതാണ് എന്നുള്ള രീതിയിലേക്കാക്കുന്നു. അപ്പം നമ്മൾ ഈ രണ്ട് പോളിൽ നിന്നും മാറി തനതായിട്ടുള്ള എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ടീച്ചറിനെ പോലെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കുട്ടികളുമായിട്ടല്ല സ്കൂളുമായിട്ടൊക്കെ ഇടപെടുമ്പോഴത്തേക്കും കുട്ടികളുടെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ മറ്റു ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടീച്ചേഴ്സ് വന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് അക്കാദമിക്കിൽ ഒരുപാട് തിരക്കുള്ള ആളുകളാണ്. അപ്പോൾ അവരിങ്ങനെ നോട്ടീസ് ചെയ്ത് വന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ടീച്ചേഴ്സിനോട് ആദ്യം പറയും, ടീച്ചർ ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ആൾക്ക്. അപ്പോൾ നമ്മൾ പരമാവധി ആളെ ചേർത്ത് പിടിച്ച് ടീച്ചർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ടീച്ചർ എൻ്റെ അടുത്തേക്ക് വിട്ടോളൂ. കാരണം ടീച്ചർമാർക്കും പോർഷൻ തീർക്കണം. അപ്പോൾ പറ്റുന്നില്ല, ഇവരെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ് ടീച്ചേഴ്സ് അത് പറയുന്നുണ്ടാവുക. പക്ഷേ ഇപ്പോൾ കുറേ കുട്ടികളുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് മാനേജ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ട്. കുറച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ച് അവർ മുൻധാരയിൽ കൊണ്ടുപോകാനൊക്കെ പരമാവധി ശ്രമിച്ച് നമുക്ക് റിസൾട്ടും കിട്ടാറുണ്ട്. കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരെ ഇപ്പോൾ ടീച്ചേഴ്സ് ചിലപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവിടെ മേശയുടെ അടുത്ത് കൊണ്ടുവന്നിരുത്തും, എന്നിട്ട് ആളെ സെപ്പറേറ്റ് പഠിപ്പിക്കും. അപ്പോൾ ടീച്ചേഴ്സ് പറയുന്ന കമൻറ്റ്, ഇവിടെ ഫുള്ള് പഠിപ്പിക്കുമ്പോഴേക്കും കുട്ടികളെ പഠിപ്പിക്കാനുള്ള സമയം പോകുന്നു, അപ്പോൾ സെപ്പറേറ്റ് ഇത് പഠിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ടീച്ചർമാരും ഉണ്ട്. അപ്പം ആ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ അവരെ എപ്പോഴും പരിഗണിക്കുന്നു എന്നവർക്ക് തോന്നിയാൽ മതി. അവരെ അവഗണിക്കാതെ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ പരിഗണിക്കുന്നുണ്ട്, കൂടെ ചേർക്കുന്നുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ ഒരുവിധം ഹൈപ്പർ ആക്റ്റീവ് ആയവരെ നമ്മൾക്ക് കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിവിടെ ഇപ്പോൾ ക്ലിനിക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചികിത്സാവിധി എന്നുള്ള നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം നമ്മൾ പാരൻസിന് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് സിറ്റിംഗ് ടോളറൻസ് ആണ്, ഇരിക്കാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇരിക്കാൻ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വലിയ സങ്കീർണതയുള്ള കാര്യങ്ങളൊന്നും കൊടുത്താൽ ശരിയാവത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ടാസ്ക് ബ്രേക്ക് ചെയ്ത് കൊടുക്കാൻ, അപ്പോൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ, അവരൊരു കാര്യം ഗെയിൻ ചെയ്തു. ആ ഗെയിൻ ചെയ്തപ്പോൾ അതിനുള്ള ഒരു റിവാർഡ് കിട്ടി. പിന്നെ അതുപോലെ തന്നെ യോഗ പോലെയുള്ള കാര്യങ്ങൾ ഇതിന് നല്ലതാണ്. ഫിസിക്കൽ എക്സസൈസ് നമ്മൾ സാധാരണ പറയും, ഒത്തിരി ഈ എനർജി കാര്യങ്ങൾ ആക്റ്റീവായിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ഒരു 1 hour നമ്മൾ ഔട്ട്ഡോർ ഗെയിം കൊടുക്കണം. അവർ ഓടി നടന്ന് കളിക്കട്ടെ, കാരണം അവരുടെ ഒരു എനർജി ലെവല് കൺസർവേറ്റ് ചെയ്യപ്പെടണം. അതുപോലെ തന്നെ ആണ് ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ശ്രദ്ധ കൂട്ടാനുള്ള അറ്റൻഷൻ എൻഹാൻസ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റോറി ഡെവലപ്മെന്റ്, കാരണം ഒരു ചെറിയൊരു പിക്ചർ കൊടുത്തു അവരെ സ്റ്റോറി ആക്കാൻ പറയുന്നു. ഇവരുടെ ലാംഗ്വേജിൽ കുറച്ച് ഡെഫിഷ്യൻസി ഉണ്ടാവും, കാരണം കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് ഒരു ടേൺ കാത്തു നിൽക്കാനായിട്ട്, അതായത് ഒരു വാച്ചിങ് കപ്പാസിറ്റി, വെയിറ്റിംഗ് കപ്പാസിറ്റി, അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നു. പിന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ചില ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ADHD എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു ഡിസോർഡർ വലിയൊരു വില്ലനായിട്ടുള്ളൊരു രോഗം എന്ന് അല്ല നമ്മൾ അതിനെ എടുക്കേണ്ടത്. കുട്ടികളിൽ സാധാരണയായിട്ട് കാണുന്ന നാഡീവ്യൂഹപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അപ്പോൾ അവിടെ മാതാപിതാക്കളും ടീച്ചേഴ്സും പ്രൊഫഷണൽസും ഒക്കെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവരെ ഇതിൽ നിന്ന് കരകയറ്റി, അതായത് ഇതിൽ നിന്ന് ഓവർകം ചെയ്ത് അവരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഉപകാരപ്രദമായിട്ടുള്ള നല്ല വ്യക്തികളായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വളർന്നു വരുന്ന കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതിവ് പോലെ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സിസ്റ്റർ ഡോണയ്ക്കും ബിനിത മാമിനും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.